വെൽക്കം ടു സ്റ്റീഫൻ ക്ലാസ്സസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ പാർട്ട് 10 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമായും മെൻഡേലിയൻ ഡിസോർഡറായ സിക്കിൾ സെൽ അനീമിയ, അതുപോലെ തന്നെ ക്രോമോസോമൽ ഡിസോർഡേഴ്സായ ഡൗൺ സിൻഡ്രോം, ക്ലൈനിഫിൽട്ടർ സിൻഡ്രോം ആൻഡ് ടേർണർ സിൻഡ്രോം ഇവയെക്കുറിച്ച് ആണ് നാം ഡീറ്റെയിൽ ആയി പഠിക്കാൻ പോകുന്നത്. ആദ്യം മെൻഡേലിയൻ ഡിസോർഡറായ സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്താണ് മെൻഡേലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. എ ഡിഫക്റ്റ് ഓർ മ്യൂട്ടേഷൻ ഇൻ എ സിംഗിൾ ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ മെൻഡേലിയൻ ഡിസോർഡർ. ഒരു ജീനിന് വരുന്ന മ്യൂട്ടേഷനോ ഡിഫക്റ്റോ ആണ് മെൻഡേലിയൻ ഡിസോർഡറിന് കാരണം. അപ്പോൾ സിക്കിൾ സെൽ അനീമിയ അത്തരത്തിലുള്ള ഒരു മെൻഡേലിയൻ ഡിസോർഡറാണ്. സിക്കിൾ സെൽ അനീമിയ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നത്? നമുക്ക് അതിലേക്ക് കടക്കാം. സിക്കിൾ സെൽ അനീമിയയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് എന്നാണ് പറയുക. ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ്. അപ്പോൾ ഇത് ആദ്യം നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കണം കേട്ടോ. സിക്കിൾ സെൽ അനീമിയ ഈസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ്, അതായത് ഓട്ടോസോംസിലാണ് ഇവിടെ ഡിഫക്റ്റ് അഥവാ മ്യൂട്ടേഷൻ വരുന്നത്. അപ്പോൾ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ട്രേറ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം പാരൻസ് to the offspring when both the partners are carriers. അതായത് പാരൻസ് രണ്ടുപേരും കാരിയേഴ്സ് ആകുമ്പോൾ, അതായത് ഈ പർട്ടിക്കുലർ ജീനിന് കാരിയേഴ്സ് അതായത് ഹെറ്ററോസൈഗസ് എന്ന കണ്ടീഷനിലായിരിക്കുമ്പോഴാണ് അവർ കാരിയർ ആകുക. അപ്പോൾ അത്തരത്തിൽ കാരിയർ ആയിട്ടുള്ള പാരൻസിൽ നിന്നാണ് ഓഫ് സ്പ്രിങ്ങിലേക്ക് ഈ ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വ്യക്തമായല്ലോ, ഹെറ്ററോസൈഗസ് കണ്ടീഷൻ അതായത് കാരിയർ കണ്ടീഷനിലുള്ള പാരൻസിൽ നിന്നാണ് അവരുടെ ഓഫ് സ്പ്രിങ്ങിലേക്ക് സിക്കിൾ സെൽ അനീമിയ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. നമുക്ക് കൂടുതൽ വിശദമായി പഠിക്കാം. ഇവിടെ ഒരു പെയർ ഓഫ് അലേൽസ് ആണ് യഥാർത്ഥത്തിൽ ഈ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്നത്. ദർ വിൽ ബി എ സിംഗിൾ പെയർ ഓഫ് അലേൽസ് കൺട്രോളിങ് ദിസ് സിക്കിൾ സെൽ അനീമിയ. ഏതെല്ലാമാണ് ആ അലേൽസ്? HbA ആൻഡ് HbS. അപ്പോൾ HbAയും HbSഉം ഈ രണ്ട് അലേൽസ് ആണ് സിക്കിൾ സെൽ അനീമിയയെ കൺട്രോൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജീനുകളാണ് അവയെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് സപ്പോസ് HbA ജീൻ ആണ് നാം പരിഗണിക്കുന്നതെങ്കിൽ അത് HbA പെപ്റ്റൈഡിന് രൂപം കൊടുക്കുക എന്നതാണ് അതിൻ്റെ ജോലി. എന്നാൽ HbS ആണെങ്കിൽ അത് അബ്നോർമൽ ആയിട്ടുള്ള HbS പെപ്റ്റൈഡിനാണ് രൂപം കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത, എല്ലായ്പ്പോഴും പെയർ ഫോമിലാണ് അലേൽസ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ HbA HbS എന്നീ ഈ രണ്ട് അലേൽസിൻ്റെ 3 പോസിബിലിറ്റീസ് അല്ലെങ്കിൽ 3 ജിനോം ടൈപ്സ് ആണ് ഇവിടെ പോസിബിളായി വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇതിൽ ഒരു അലേൽ മറ്റേ അലേലിനെ ഡോമിനേറ്റ് ചെയ്യും. ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾക്കറിയാം തീർച്ചയായും HbA ആണ് ഡോമിനേറ്റ് ചെയ്യുക, എന്നാൽ HbS ആണ് റെസസീവ് കണ്ടീഷനിലുള്ളത്. അപ്പോൾ HbA ഈസ് ഡോമിനൻറ്റ് ഓവർ HbS എന്ന ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് അടുത്തതായി ഇതിൻ്റെ പോസിബിലിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. 3 ജീനോ ടൈപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാമാണ് ആ 3 ജീനോ ടൈപ്സ്. ആദ്യം HbA HbA ഇത്തരത്തിലുള്ള ഒരു ജീനോ ടൈപ്പാണ്. അതായത് ഈ അലേൽസ് അനുസരിച്ച് ഒരു ഇൻഡിവിജ്വലിന് ഈ HbA അലേലും HbA അലേലും അങ്ങനെയാണ് ഒരു പെയർ ഫോമിൽ അവരുടെ ജീനോ ടൈപ്പ് എങ്കിൽ അവർ അൺഅഫക്റ്റഡ് ആയിരിക്കും, അഥവാ അവർ നോർമൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. എപ്പോഴും അങ്ങനെയാണ്. ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ആയിട്ടുള്ള ഒരു ട്രേറ്റ് അല്ലെങ്കിൽ ഡിസീസ് ആണെങ്കിൽ ഹോമോസൈഗസ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽസ് അവർ നോർമൽ ആയിരിക്കും. അതായത് HbA HbA അത് നോർമൽ ഇൻഡിവിജ്വൽസ് അഥവാ അൺഅഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. ഇനി നോക്കൂ, ഇവിടെ HbA HbS കാണിക്കുന്നുണ്ട് അല്ലേ. HbA HbS ആണെങ്കിൽ അവർ ഹെറ്ററോസൈഗസ് കണ്ടീഷനാണ്. അവിടെ നിങ്ങൾക്കറിയാം HbA ഈസ് ഡോമിനൻ്റ് ഓവർ HbS. അതായത് അവിടെ HbA പെപ്റ്റൈഡാണ് അവർ ഉണ്ടാക്കുക. HbA പെപ്റ്റൈഡ് ഉണ്ടാക്കുമ്പോൾ അവർ നോർമൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അപ്പോൾ അവർ എന്നിരുന്നാലും അവർ കാരിയേഴ്സ് ആയിരിക്കും. അപ്പോൾ നോർമൽ ഇൻഡിവിജ്വൽസ് ആണ്, അതേസമയം അവർ കാരിയേഴ്സ് ആണെന്ന് കൂടെ നമുക്ക് പറയാം. അതായത് അവർക്ക് സിക്കിൾ സെൽ അനീമിയ ഇല്ല, അവർ അൺഅഫക്റ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ദേ വിൽ ആക്ട് ആസ് കാരിയേഴ്സ് ഓഫ് ദ ഡിസീസ്. Now, there is another situation where the homozygous recessive condition is present. അതായത് ജീനോടൈപ്പ് HbS HbS ആണെങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു ജീനോടൈപ്പ് ആണെങ്കിൽ, അവർ ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ആണെങ്കിൽ
അപ്പോഴാണ് അവർ ഡിസീസഡ് ആകുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആകുന്നത്, അല്ലെങ്കിൽ അപ്പോഴാണ് ഈ ക്യാരക്ടർ അവർ എക്സ്പ്രസ് ചെയ്യുന്നത്. സിക്കിൾ സെൽ അനീമിയ എന്ന ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ഹോമോസൈഗസ് റിസസീവ് കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ അപ്പോഴാണ് ഡിസീസ്ഡ് ഇൻഡിവിജ്വൽസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരത്തിൽ 3 ജീനോടൈപ്സ് ആണ് ഇവിടെ സിക്കിൾ സെൽ അനീമിയയെ ബന്ധപ്പെട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് സിക്കിൾ സെൽ അനീമിയയുടെ പെഡിഗ്രിയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പെഡിഗ്രി ചാർട്ടാണ് നിങ്ങളുടെ NCERT ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇത് ഒരു ഹോമോസൈഗസ് റിസസീവ് ട്രെയ്റ്റിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ്, അഥവാ ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റിൻ്റെ ഇൻഹെറിറ്റൻസ് ആണ് ഈ ചാർട്ടിൽ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഹോമോസൈഗസ് റിസസീവ് ഇൻഡിവിജ്വൽസ് എല്ലാം അഫക്റ്റഡ് ആയിരിക്കുമെന്ന്. അതായത് ഇവിടെ അഫക്റ്റഡ് ആയിട്ട് കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് എല്ലാം ഹോമോസൈഗസ് റിസസീവ്, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായി നമുക്ക് ഇവയെ സ്മോൾ എ എന്ന് നമുക്ക് ലാബിൽ ചെയ്യാം. അതായത് അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് എല്ലാം സ്മോൾ എ എന്ന് സപ്പോസ് നമ്മൾ ലാബിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അങ്ങനെയാണല്ലോ ഒരു ഓട്ടോസോമൽ റിസസീവ് ട്രെയ്റ്റിന് നമ്മൾ ലേബൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് എല്ലാം സ്മോൾ എ. ഓക്കെ, അൺഅഫക്റ്റഡ് ആണെങ്കിലോ അവർ എയ്തർ ക്യാപിറ്റൽ എ ഓർ ക്യാപിറ്റൽ എ സ്മോൾ എ അങ്ങനെയായിരിക്കും. നോക്കൂ, അങ്ങനെ നമ്മൾ ലാബൽ ചെയ്തതിന് ശേഷം ചിത്രത്തിന് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നോക്കൂ. സ്മോൾ എ എന്ന് എല്ലാ അഫക്റ്റഡ് ഇൻഡിവിജ്വൽസിനും കൊടുത്തു. മറ്റുള്ള പാരൻസിന് അപ്പോൾ നമുക്ക് പോസിബിലിറ്റീസ് എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ പാരൻസ് ഹെട്രോസൈഗസ് പാരൻസ് ആണ് അല്ലേ, അതായത് കാരിയർ പാരൻസ് ആണ്. എന്നിരുന്നാൽ തന്നെ അവർക്ക് ഒരു ഹോമോസൈഗസ് റിസസീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അഥവാ ഒരു സിക്കിൾ സെൽ അനീമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ, ഒരു ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പെഡിഗ്രി ചാർട്ട് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് ഞാൻ ജീനോടൈപ്പുകൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, അതായത് എപ്പോഴൊക്കെ ഒരു ഹോമോസൈഗസ് റിസസീവ് അല്ലെങ്കിൽ സിക്കിൾ സെൽ അനീമിയ ഉള്ള ഒരു ഓഫ് സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പോഴെല്ലാം അവരുടെ പാരൻസ് ഹെട്രോസൈഗസ് ആയിരിക്കും. ആദ്യത്തെ ആ ഒരു സെന്റൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതായത് സിക്കിൾ സെൽ അനീമിയ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഓഫ് സ്പ്രിങ് വെൻ ദെയർ പാരൻസ് ആർ കാരിയേഴ്സ്, വെൻ ബോത്ത് ദ പാരൻസ് ആർ കാരിയേഴ്സ് ഓഫ് ദ ഡിസീസ്. അപ്പോൾ ആ പോയിന്റ് സ്ട്രെസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ഒരു പെഡിഗ്രി ചാർട്ടിലൂടെ. നമുക്ക് അടുത്തതായി ആക്ച്വൽ കോസ് ഓഫ് സിക്കിൾ സെൽ അനീമിയയിലേക്ക് വരാം. സിക്കിൾ സെൽ അനീമിയയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഒരു ജീനിൻ്റെ ഡിഫക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുവഴി RBCs ഫോം ചെയ്യുമ്പോൾ അവിടെ നോക്കൂ, നോർമൽ RBCക്ക് ഒരു ബൈകോൺകേവ് ഷേപ്പാണുള്ളത്, ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. പക്ഷേ സിക്കിൾ സെൽ അനീമിയ ആകുമ്പോൾ സിക്കിൾ ഷേപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിന് കാരണം? ആ പെപ്റ്റൈഡ് അബ്നോർമൽ ആയിട്ടുള്ളൊരു പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നതാണ് ഇതിനെല്ലാം കാരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടുവാനായിട്ട് സാധിക്കുക. ഇവിടെ ജീനിന് വരുന്ന ഒരു മ്യൂട്ടേഷനാണ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനാണ്. ഓർക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷനാണ് പലപ്പോഴും ഈ സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായിട്ട് വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ നിങ്ങൾക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് കാണാം. നോക്കൂ, ഇവിടെ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു ജീനാണെങ്കിൽ CTC പിന്നെ GAC എന്ന രീതിയിലുള്ള സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫോം ചെയ്യുന്നത് ഏത് അമിനോ ആസിഡ് ആയിരിക്കും? ഗ്ലൂട്ടാമിക് ആസിഡ്. അതായത് ഈ ജീൻ കോഡ് ചെയ്യുന്നത് ഏത് കോഡോണാണ്? GAG എന്ന കോഡോൺ ആയിരിക്കും. RNAയിൽ GAG എന്ന കോഡോൺ ആയിരിക്കും. GAG എന്ന കോഡോൺ പലപ്പോഴും ഏത് അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഗ്ലൂട്ടാമിക് ആസിഡ്. അപ്പോൾ ഇത് നോർമലാണ്, ഇത് നോർമൽ പെപ്റ്റൈഡ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ നോർമൽ HbA പെപ്റ്റൈഡ്. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കൂ, ആ ഒരു ബ്ലൂ ഷെയ്ഡഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ആ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന ആ ഒരു നൈട്രജൻ ബേസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ഇവിടെ ടിക്ക് പകരം എന്ത് വന്നു? ഇവിടെ ടി ആണ്, പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ എ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ബേസിലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോഡോൺ നമ്മുടെ ഡിഫറെൻ്റ് ആകും. കോഡോൺ GAGക്ക് പകരം GUG വരും. അങ്ങനെ അമിനോ ആസിഡും ഡിഫറെൻ്റ് ആകുന്നു. അതായത് ഈ ജീനിൽ നിന്ന് കറസ്പോണ്ടായ ഒരു അമിനോ ആസിഡ്, ഏത് അമിനോ ആസിഡിനെയാണ് അത് കറസ്പോണ്ട് ചെയ്യുന്നത്? വെലൈൻ. അപ്പോൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്നതിൻ്റെ സ്ഥാനത്ത് വെലൈൻ വരികയാണ്. അതായത് ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിൽ 6ാമത്തെ അമിനോ ആസിഡ്, നോക്കൂ ഇവിടെ 7 അമിനോ ആസിഡുകൾ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ 6ാമത്തെ അമിനോ ആസിഡ് നോർമൽ പെപ്റ്റൈഡ് ആണെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരിക്കണം, പക്ഷേ അബ്നോർമൽ പെപ്റ്റൈഡ് ആണെങ്കിലോ വെലൈൻ വരികയാണ്. അതായത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വെലൈൻ.
അതാണ് നമ്മൾ പറയുന്നത് ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന്. ഓക്കെ, സോ ദർ ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് sixth amino acid in the beta globin chain of hemoglobin molecule. ഹീമോഗ്ലോബിൻ മോളിക്യൂളിൻ്റെ ബീറ്റാ ചെയിനിലെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് ഗ്ലൂട്ടാമിക് ആസിഡ് 6th പൊസിഷനിലെ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡിന് പകരം അവിടെ വെലൈൻ എന്ന അമിനോ ആസിഡ് വരുന്നു. ഇതാണ് പെപ്റ്റൈഡിലുള്ള ഒരു ചേഞ്ചിന് കാരണം. അപ്പോൾ HbA പെപ്റ്റൈഡും HbS പെപ്റ്റൈഡും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഈ ഒരൊറ്റ അമിനോ ആസിഡിൻ്റെ കാര്യത്തിലാണ്. അതായത് 6ാമത്തെ അമിനോ ആസിഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കുറച്ചും കൂടെ വ്യക്തമാക്കുവാനായിട്ട് വീണ്ടും നമുക്ക് ചിത്രം ഉണ്ട്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. HbA ജീൻ ആണെങ്കിൽ ഇത് നോർമൽ ആയിട്ടുള്ള പെപ്റ്റൈഡ് ഫോം ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, HbA ജീൻ ആണെങ്കിൽ ഏതായിരിക്കും കോഡോൺ? mRNA കോഡോൺ GAG എന്നതാണ് കോഡോൺ. GAG, that is the codon in mRNA. Okay, when it is a normal HbA gene. So GAG എന്ന കോഡോണിൽ നിന്ന് ഉണ്ടാകുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. ഏതാണ് അമിനോ ആസിഡ്? ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, സോ ഈ ബീറ്റ ചെയിനിൻ്റെ അതായത് HbA പെപ്റ്റൈഡിൻ്റെ 6ാമത്തെ അമിനോ ആസിഡിലാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, അബ്നോർമൽ ആയിട്ടുള്ള പെപ്റ്റൈഡ് ആണെങ്കിൽ അതായത് HbS പെപ്റ്റൈഡ് ആണെങ്കിൽ ഈ 6ാമത്തെ അമിനോ ആസിഡിലാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. അതായത് 6ാമത്തെ അമിനോ ആസിഡിൽ നോർമൽ പെപ്റ്റൈഡിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ നോക്കൂ വെലൈൻ ആണ്. അപ്പോൾ ഇപ്പോഴാണ് അബ്നോർമൽ ആയിട്ടുള്ള പെപ്റ്റൈഡ് ഫോം ചെയ്യുക, അതായത് HbS പെപ്റ്റൈഡ്. അപ്പോൾ കോഡോൺ ഈസ് ഡിഫറെൻറ്റ്. GAGക്ക് പകരം GUG എന്ന കോഡോൺ വരുന്നു. ഓക്കെ, ജീൻ ഡിഫക്റ്റ് ആയതാണ് അതിന് കാരണം. സോ കോഡോൺ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആകുന്നു, അതായത് GAGയിൽ നിന്ന് GUG ആകുന്നു. അതേസമയം അമിനോ ആസിഡ് ഈസ് ഓൾസോ ഗെറ്റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ. 6ാമത്തെ പൊസിഷനിൽ ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ അമിനോ ആസിഡും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുകയാണ്. അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം ഇവിടെ വരുന്നത് എന്താണ്? വെലൈൻ എന്ന അമിനോ ആസിഡ് വരുന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയയുടെ കോസ്. പലപ്പോഴും ഈ രണ്ട് ചെയിൻസും കൊടുത്തിട്ട്, അതായത് HbA പെപ്റ്റൈഡും HbS പെപ്റ്റൈഡും കൊടുത്ത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണെങ്കിൽ HbA പെപ്റ്റൈഡ്, 6ാമത്തെ പൊസിഷനിൽ വെലൈൻ ആണെങ്കിൽ അത് HbS പെപ്റ്റൈഡ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ കോസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ദ ഡിഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വെലൈൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ദ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഇൻ hemoglobin molecule. Or you can say the substitution of amino acid in the globin protein, it will result in a single base substitution. It is due to a single base substitution. ഈ ബീറ്റാ ഗ്ലോബിൻ ചെയിനിലെ ഈ ഡിഫറൻസിന് കാരണം it is due to a single base substitution at the 6th codon of the beta globin gene from GAG to GUG. GAGയിൽ നിന്ന് GUGയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയി കോഡോൺ. അതുകൊണ്ടാണ് അമിനോ ആസിഡ് ഗ്ലൂട്ടാമിക് ആസിഡിൽ നിന്ന് എന്തായി മാറിയത്? വെലൈൻ എന്ന അമിനോ ആസിഡായിട്ട് മാറിയത്. അപ്പോൾ ദിസ് ഈസ് ദ കോസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ കോസ് നിങ്ങൾ പഠിച്ചു. അടുത്തതായി ഇഫക്റ്റ് ഓഫ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയയുടെ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ ലോ ഓക്സിജൻ ടെൻഷൻ, under low oxygen tension, it will cause polymerization of the mutant hemoglobin molecule. അതായത് മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ആണെങ്കിൽ it will undergo polymerization and thereby the shape of the RBC will change. ഷേപ്പ് ഓഫ് ദ RBC നോർമലി എന്താണ്? ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പാണ്. പക്ഷേ അത് ചേഞ്ച് ചെയ്ത് അതൊരു സിക്കിൾ ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറുന്നു. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പിൽ നിന്ന് സിക്കിൾ സെൽ ഷേപ്പിലേക്ക് RBC ചേഞ്ച് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇഫക്റ്റ് ഓഫ് സിക്കിൾ സെൽ അനീമിയ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യവും വളരെ വ്യക്തമായി പഠിക്കണം. ദ കോസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ ആൻഡ് ഓൾസോ ദ ഇഫക്റ്റ് ഓഫ് സിക്കിൾ സെൽ അനീമിയ. അടുത്തതായി ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന ഭാഗത്തേക്കാണ് നാം കടക്കുവാൻ പോകുന്നത്. ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. യെസ്, chromosomal disorders. Chromosomal disorders, they are caused by the absence or excess or abnormal arrangement of one or more chromosomes. അതായത് ഒന്നിൽ കൂടുതലോ ക്രോമോസോമുകളുടെ ആബ്സെൻസോ അല്ലെങ്കിൽ അവയുടെ എക്സസോ അല്ലെങ്കിൽ അവയുടെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റോ ആണ്. അതായത് ക്രോമോസോമുകൾ കുറയുകയോ കൂടുകയോ അബ്നോർമലായിട്ട് അറേഞ്ച് ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്.
അപ്പോൾ ക്രോമോസോമൽ ഡിസോർഡേഴ്സിന് വ്യക്തമായി എന്താണ് കാരണമെന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പോളിപ്ലോയിഡി, അന്യൂപ്ലോയിഡി ഇത് രണ്ടുമാണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. അതായത് എന്താണ് പോളിപ്ലോയിഡി എന്ന് പറഞ്ഞാൽ? ക്രോമോസോമുകളുടെ സെറ്റുകളിലുള്ള വ്യതിയാനമാണ് പോളിപ്ലോയിഡിക്ക് കാരണമായി നാം പറയുന്നത്. സൈറ്റോകൈനസിന്റെ ഫെയിലിയർ, സെൽ ഡിവിഷന്റെ സ്റ്റീലോഫേസ് സ്റ്റേജിന് ശേഷം സൈറ്റോകൈനസിസ് പ്രോപ്പറായി നടക്കാതെ വരുമ്പോഴാണ് ഇവിടെ വോൾ സെറ്റായി ക്രോമോസോംസ് ഇൻക്രീസ് ചെയ്യപ്പെടുന്നത്. അതാണ് പോളിപ്ലോയിഡിക്ക് കാരണം. പലപ്പോഴും പോളിപ്ലോയിഡി കണ്ടീഷൻ പ്ലാന്റ്സിലാണ് കണ്ടുവരുന്നത്. ഓക്കെ, നമ്മൾ കൂടുതലായും അനിപ്ലോയിഡിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അനിപ്ലോയിഡിക്ക് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് ദ cell division cycle, and that results in gain or loss of chromosomes. അപ്പോൾ ക്രോമോസോംസിൻ്റെ ഗെയിനോ ലോസോ ആണ് അത്. ഇൻഡിവിജ്വൽ ക്രോമോസോംസിൻ്റെ ഗെയിനോ ലോസോ ആണ് പലപ്പോഴും അനിപ്ലോയിഡിക്ക് കാരണമായി പറയുന്നത്. അപ്പോൾ അനിപ്ലോയിഡി ഇറ്റ് ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ സൈക്കിൾ റിസൾട്ടിങ് ഇൻ ഗെയിൻ ഓർ ലോസ് ഓഫ് ക്രോമോസോംസ്. അപ്പോൾ പോളിപ്ലോയിഡിക്ക് കാരണം ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ഫോളോഡ് ബൈ ടീലോഫേസ് സ്റ്റേജ് ഇൻ സെൽ സൈക്കിൾ. ബട്ട് ഹിയർ അനിപ്ലോയിഡിക്ക് കാരണം ഇറ്റ് ഈസ് ഡ്യൂ ടു ഫെയിലിയർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ സൈക്കിൾ. സോ രണ്ടും വ്യത്യാസമാണ് അല്ലേ? നമ്മൾ പഠിക്കുന്നത് അന്യൂപ്ലോയിഡിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ. നിങ്ങൾക്ക് പ്രധാനമായും പഠിക്കാനായിട്ടുള്ളത് 3 സിൻഡ്രോംസ് ആണ് ഈ ക്രോമോസോമൽ ഡിസോർഡറിൻ്റെ ഭാഗമായി. ഇത് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഡൗൺ സിൻഡ്രോം വന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളും ഈ ചിത്രത്തിൽ വളരെ ക്ലിയർ ആണ്. ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളിലേക്കും അതിൻ്റെ കാരണങ്ങളിലേക്കും നമുക്ക് കടക്കാം. ഡൗൺ സിൻഡ്രോം പ്രധാനമായും ഓട്ടോസോംസിൽ ഒരു ക്രോമോസോം ആഡ് ചെയ്യപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നത്. അതായത് നോക്കൂ, ക്രോമോസോംസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക് അല്ലേ? സാധാരണയായി 22 പെയർ ഓട്ടോസോംസ് ആണുള്ളത്. ഈ 22 പെയർ ഓട്ടോസോംസും അതുപോലെ തന്നെ 1 പെയർ അലോസോംസ് അല്ലെങ്കിൽ സെക്സ് ക്രോമോസോംസ് ആണ് നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിലുള്ളത്. ഈ 22 പെയറിൽ 21ാമത്തെ പെയറിൽ ഇവിടെ പെയറായിട്ട് ക്രോമോസോംസ് കാണിക്കുന്നുണ്ട് അല്ലേ? ഇതിൽ നോക്കൂ, 21ാമത്തെ പെയറിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രോമോസോം വരികയാണ്. 21ാമത്തെ പെയർ ഓഫ് ക്രോമോസോമിൽ ഒരു അഡീഷണൽ ക്രോമോസോം വരുമ്പോൾ അത് ട്രൈസോമി എന്ന് പറയും. അതായത് ട്രൈസോമി 21. അപ്പോൾ ട്രൈസോമി 21 ആണ് ഡൗൺ സിൻഡ്രോമിന് കാരണം. അപ്പോൾ എന്താണ് ഡൗൺ സിൻഡ്രോമിന് കാരണമായി നാം പറയുന്നത്? ട്രൈസോമി 21, അതായത് അഡീഷണൽ ക്രോമോസോം ഇൻ ദ 21st പെയർ. അതാണ് ഡൗൺ സിൻഡ്രോമിന് കാരണമായി നാം പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന് 44 ഓട്ടോസോംസിന് പകരം 45 ഓട്ടോസോംസ് ആയിരിക്കും. അതായത് 45 ഓട്ടോസോംസ് പ്ലസ് XY കണ്ടീഷൻ ഓർ 45 ഓട്ടോസോംസ് പ്ലസ് XX കണ്ടീഷൻ. അങ്ങനെയുള്ള ഒരു ക്രോമോസോം അറേഞ്ച്മെൻ്റ് ആയിരിക്കും ഡൗൺ സിൻഡ്രോമിന് വരുന്നത്. അപ്പോൾ ഡൗൺ സിൻഡ്രോം ഓർക്കുക, അത് ട്രൈസോമി 21 ആണ്. അതായത് അഡീഷണൽ ആയിട്ടൊരു ക്രോമോസോം കൂടുന്നു 21st പെയറിൽ, അതായത് ട്രൈസോമി 21. ഡൗൺ സിൻഡ്രോമിനെ കുറിച്ച് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നു. അഡീഷണൽ കോപ്പി ഓഫ് ക്രോമോസോം ഇൻ 21 or trisomy 21. The disorder was first described by Langdon Down in 1866. The affected individual, ഇത് സിംറ്റംസ് ആണ് കൊടുക്കുന്നത് ഈ പാരഗ്രാഫിൽ അല്ലേ? The affected individuals are having a short stature with a small round head. ഉയരം കുറവായിരിക്കും. ഹെഡ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ furrowed tongue, partially open mouth, palm with a palm crease, and also physical, psychomotor, mental development will be retarded. അപ്പോൾ ഈ എല്ലാ സിംറ്റംസും നല്ല രീതിയിൽ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ കൊടുത്തിട്ട് ഇതേത് സിൻഡ്രോം ആണെന്നും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഈ സിംറ്റംസ് പഠിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു: ഷോർട്ട് സ്റ്റേച്ചർ, സ്മോൾ റൗണ്ട് ഹെഡ്, furrowed tongue, partially open mouth, palm with a characteristic palm crease, physical, psychomotor, mental development will be retarded. ഇതാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ സിംറ്റംസ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, now we move on to another syndrome.
ഡൗൺ സിൻഡ്രോമിന് ശേഷം ഇനി പഠിക്കുന്നത് ക്ലൈനിഫിൽട്ടർ സിൻഡ്രോമിനെ കുറിച്ചാണ്. ക്ലൈനിഫിൽട്ടർ സിൻഡ്രോം വന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്താണ് ക്ലൈനിഫിൽട്ടർ സിൻഡ്രോമിൽ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ് ക്രോമോസോമിൻ്റെ പ്രസൻസ് ആണ് അതിന് കാരണം. അതായത് ഒരു മെയിൽ ഇൻഡിവിജ്വൽ നോക്കുവാണെങ്കിൽ സാധാരണ വേണ്ടത് 44 ഓട്ടോസോംസും XY അല്ലേ? നോർമൽ മെയിൽ എന്താണ്? നോർമൽ മെയിൽ എന്ന് പറയുമ്പോൾ 44 ഓട്ടോസോം പ്ലസ് XY ആണ്. പക്ഷേ ഇവിടെ ആ XY ക്രോമോസോമുകളുടെ കൂടെ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു എക്സ് ക്രോമോസോമും കൂടെ വരികയാണ്. ഓക്കെ, അതായത് XXY, അതായത് 44 ഓട്ടോസോം പ്ലസ് XXY കണ്ടീഷൻ വരികയാണെങ്കിൽ, അതായത് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു എക്സ് ക്രോമോസോം വരികയാണെങ്കിൽ അപ്പോഴാണ് നാം പറയുക അത് ക്ലൈനിഫിൽട്ടർ സിൻഡ്രോം എന്ന്. ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസിന് ഓവറോൾ ഒരു മാസ്കുലിൻ ഡെവലപ്മെൻ്റ് ആയിരിക്കും. അതായത് പുരുഷന്മാരുടെ ശരീരപ്രകൃതി ആയിരിക്കും അവർക്ക്, മാസ്കുലിൻ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷെ അതേസമയം ദേ ഹാവ് സം ഫെമിനൈൻ ഡെവലപ്മെൻറ്റ് ഓൾസോ. അതായത് സ്ത്രീകളുടേതായിട്ടുള്ള ചില ക്യാരക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കും. കാരണം ഒരു എക്സ് ക്രോമോസോമാണ് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ദേ വിൽ ഹാവ് ഫെമിനൈൻ ഡെവലപ്മെൻറ്റ് ഓൾസോ, പർട്ടിക്കുലർലി ഗൈനക്കോമാസ്റ്റിയ. എന്താണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ടിഷ്യൂ ഇൻ മെയിൽ. Development of breast tissue in male is known as gynecomastia, and Klinefelter syndrome is characterized by gynecomastia or development of breast tissue in male. So such individuals are sterile. അപ്പോൾ ഇത്തരത്തിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള എക്സ് ക്രോമോസോം വരുമ്പോൾ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് എല്ലാം സ്റ്റെറൈൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവർക്ക് റിപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല. ഓക്കെ, സോ ഓർക്കുക, ക്ലൈനിഫിൽട്ടർ സിൻഡ്രോമിൽ 47 ക്രോമോസോംസ് ഉണ്ടായിരിക്കും അല്ലേ? ഡൗൺ സിൻഡ്രോമിലും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു അഡീഷണൽ ആയിട്ടൊരു ഓട്ടോസോം കൂടി, പക്ഷേ ഇവിടെ കൂടിയത് ഒരു എക്സ് ക്രോമോസോം ആണെന്ന വ്യത്യാസമാണുള്ളത്. അപ്പോൾ രണ്ടിലും 47 ക്രോമോസോമാണ് ടോട്ടലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. അതായത് നോർമൽ ഇൻഡിവിജ്വൽസിൽ 46 ക്രോമോസോമാണ്, പക്ഷേ ഡൗൺ സിൻഡ്രോമിലും ക്ലൈനിഫിൽട്ടർ സിൻഡ്രോമിലും 47 ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു എക്സ് ക്രോമോസോം കൂടിയപ്പോൾ 46 എന്നുള്ളത് എത്രയായി? 47. അതായത് കാരിയോ ടൈപ്പിൽ, അതായത് ക്രോമോസോംസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ നമ്പർ ഓഫ് ക്രോമോസോംസ് ഒരു അഡീഷണൽ ആയിട്ട് ഒരു എക്സ് ക്രോമോസോം കൂടി, അതായത് 47 മാറിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് Klinefelter syndrome. Klinefelter syndrome is due to the presence of an additional copy of X chromosome, and the condition is 44 autosome plus XXY. XXY ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്തതായി ടേണർ സിൻഡ്രോമിലേക്ക് കടക്കാം. ടേണർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അത് വന്ന ഒരു ഇൻഡിവിജ്വലിനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അതായത് ഓവറോൾ ഒരു ഫെമിനൈൻ ഡെവലപ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അത്ര കണ്ട് ഫുള്ളി ഡെവലപ്ഡ് ആവുന്നില്ല. കാരണം ഒരു ഫീമെയിലിൽ ഒരു എക്സ് ക്രോമോസോം കുറയുമ്പോഴാണ് ടേണർ സിൻഡ്രോം വരുന്നത്. അതായത് ഒരു എക്സ് ക്രോമോസോമിൻ്റെ അപര്യാപ്തതയാണ്, ലാക്ക് ഓഫ് എക്സ് ക്രോമോസോമാണ് ടേണർ സിൻഡ്രോമിൻ്റെ കോസായി നിങ്ങൾ പഠിക്കുന്നത്. ടേണർ സിൻഡ്രോം ഈസ് ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദ എക്സ് ക്രോമോസോം. അതായത് ഒരു എക്സ് ക്രോമോസോം കുറയുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു എക്സ് ക്രോമോസോം കുറയുമ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽസ് എല്ലാം 44 ഓട്ടോസോം വിത്ത് XO കണ്ടീഷനാണ്. 44 ഓട്ടോസോം പ്ലസ് XO, അതായത് ഇവിടെ എക്സ് ക്രോമോസോം ആബ്സെൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ഫീമെയിൽസ്, ദേ ആർ ബേസിക്കലി ഫീമെയിൽസ് ബട്ട് ദേ വിൽ ബി സ്റ്റെറൈൽ because the ovaries are rudimentary, ovaries are underdeveloped. They have underdeveloped ovaries and they have lack of secondary sexual characters. Secondary sexual characters എല്ലാം ആബ്സെൻ്റ് ആയിരിക്കും. പ്യൂബറിറ്റി അറ്റൈൻ ചെയ്താലാണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ സെക്ഷുവൽ മെച്യൂരിറ്റി വരുമ്പോഴാണ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ അതൊന്നും ഇവിടെ കാണില്ല. കാരണം ഇവർക്ക് ഒരു സെക്ഷുവൽ മെച്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം ഇവർക്ക് ഒരു എക്സ് ക്രോമോസോം ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ടേണർ സിൻഡ്രോമിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുക എക്സ് ക്രോമോസോമിൻ്റെ ആബ്സെൻസ് ആണ്. ഇത്തരത്തിലുള്ള ഫീമെയിൽസ്, ദേ ആർ ഹാവിങ് റുഡിമെൻ്ററി ഓവറീസ് ആൻഡ് ദേ ഹാവ് no secondary sexual characters. There will be lack of secondary sexual characters. നമുക്ക് ഈ 3 സിൻഡ്രോമിൻ്റെയും ഒരു സമ്മറിയിലേക്കാണ് നാം ഇനി അടുത്തതായി കടക്കാൻ പോകുന്നത്. ഈ ടേബിൾ നല്ല രീതിയിൽ പഠിച്ചാൽ, അതായത് ഈ 3 സിൻഡ്രോമിൻ്റെയും ബന്ധപ്പെടുത്തി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും.
ഓക്കെ, നോക്കൂ, ഡൗൺ സിൻഡ്രോം. ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോംസ് എത്രയായിരിക്കും ഡൗൺ സിൻഡ്രോമിൽ? 47. 46 ആണ് നോർമൽ, പക്ഷേ ഡൗൺ സിൻഡ്രോമിൽ 47, കാരണം ട്രൈസോമി 21. അപ്പോൾ കാരിയോടൈപ്പ് എങ്ങനെയാണ്? കാരിയോടൈപ്പ് വിൽ ബി 45 ഓട്ടോസോം പ്ലസ് XX ഓർ 45 ഓട്ടോസോം പ്ലസ് XY കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഓട്ടോസോംസിൽ ഒന്ന് കൂടിയിരിക്കുകയാണ്. ഡൗൺ സിൻഡ്രോമിൽ ഓട്ടോസോംസിൽ ഒരു ക്രോമോസോം ആഡ് ചെയ്യപ്പെട്ടു. ഇനി അടുത്തതായി ക്ലൈനിഫിൽട്ടർ സിൻഡ്രോമിനെ കുറിച്ച് അറിയാം. ക്ലൈനിഫിൽട്ടർ സിൻഡ്രോമിൽ എഗെയിൻ നമ്പർ ഓഫ് ക്രോമോസോംസ്, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോംസിൽ ഒന്ന് കൂടിയിരിക്കുകയാണ്. ഇവിടെ കൂടിയത് ഒരു X ക്രോമോസോമാണ്. കാരിയോടൈപ്പ് എങ്ങനെയാണ്? 44 ഓട്ടോസോം പ്ലസ് XXY. 44 ഓട്ടോസോം തന്നെയാണ് നോർമലി, പക്ഷേ ഇവിടെ സെക്സ് ക്രോമോസോമിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു X ക്രോമോസോം ആഡ് ചെയ്യപ്പെട്ടു, അതായത് XXY കണ്ടീഷനാണ്. അപ്പോൾ 44 ഓട്ടോസോം പ്ലസ് XXY കണ്ടീഷൻ വരുമ്പോൾ അതാണ് ക്ലൈനിഫിൽട്ടർ സിൻഡ്രോം. ഇനി അടുത്തതായി ടേർണർ സിൻഡ്രോമിലേക്ക് നാം വരുമ്പോൾ, ടേർണർ സിൻഡ്രോം ടോട്ടൽ നമ്പർ ഓഫ് ക്രോമോസോംസ് വിൽ ബി 45, കാരണം ഒരു X ക്രോമോസോം ആബ്സെൻ്റ് ആണ്. സോ ഹിയർ total number of chromosomes will be 45 and the karyotype will be 44 autosome plus XO condition. 44 autosome plus XO condition, കാരണം absence or lack of X chromosome ആണ് ടേർണർ സിൻഡ്രോമിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ നല്ലപോലെ പഠിക്കുക, നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും. ക്രോമോസോമൽ ഡിസോർഡറിനെ കുറിച്ച് ഈ ടേബിളിൽ നിന്ന് നിശ്ചയമായും ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ ഈ 3rd ചാപ്റ്റർ നാം കംപ്ലീറ്റ് ചെയ്യുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ 10 പാർട്സ് ആണ് നാം എടുത്തത്, കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്ലാസ്സുകൾ ഇനി വരുന്നത് എല്ലാം ഫോക്കസ് പോയിന്റുകളെ ബേസ് ചെയ്തായിരിക്കും. അതായത് ഫോക്കസ് പോയിന്റ്സ് ആണ് പബ്ലിക് എക്സാമിനേഷന് കൂടുതൽ ശ്രദ്ധ നിങ്ങൾ നൽകേണ്ട പോയിന്റ്സ്. അപ്പോൾ ഫോക്കസ് പോയിന്റ്സിനെ ബേസ് ചെയ്തുള്ള കൂടുതൽ വീഡിയോസുമായി കണ്ടുമുട്ടുന്നതുവരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സ്റ്റീഫൻ ക്ലാസ്സസ്.